hello, welcome back to Vidya's rasoi. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് എൻ്റെ ഈ ഫേസ് ഭയങ്കര ചകിരി ആയിട്ടുള്ള ഒരു ഹെയർ ആണിത്. അപ്പോൾ ഇത് ഞാൻ നേരത്തെ ഒരു കരാട്ടിനൊക്കെ ചെയ്ത് ആകപ്പാടെ മോശമായിട്ടൊക്കെ ഇരിക്കുന്ന ഒരു ഹെയർ ആണ്. അപ്പോൾ അത് നമുക്ക് ഒരു ഹെയർ പാക്ക് ഇട്ട് കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് എവിടെയെങ്കിലും ഒരു ഫംഗ്ഷൻ ഒക്കെ പോകാൻ വേണ്ടിയിട്ട് ഈസി ആയിട്ട് നമുക്കിത് മാനേജ് ചെയ്യാൻ പറ്റും. എപ്പോഴും നമ്മൾ ഈ കരാട്ടിനൊക്കെ ചെയ്യുന്നതും ഈ പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്, സ്മൂത്തനിങ് ചെയ്യുന്നത്, സ്ട്രൈറ്റനിങ് ചെയ്യുന്നതൊക്കെ ചെയ്യുന്നത് നമ്മുടെ ഹെയർ ഒന്ന് നമുക്ക് ഈസി ആയിട്ടൊന്ന് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പം നമുക്ക് വീട്ടിലുള്ള നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ നമുക്കിങ്ങനെ ഹെയർ മാനേജ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതല്ല ഏറ്റവും കൂടുതൽ നല്ലത്. അപ്പം നമ്മുടെ കിച്ചണിലുള്ള ഒരു 3-4 ഐറ്റംസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഹെയർ പാക്ക് ഇടാൻ പോകുന്നത്. അപ്പോൾ ഇതാണെങ്കിൽ ആർക്ക് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. കുട്ടികൾക്കാണെങ്കിലോ പ്രായമുള്ളവർക്കാണെങ്കിലും ആർക്ക് വേണമെങ്കിലും നമുക്കിത് ഒരുപോലെ യൂസ് ചെയ്യാം. എന്താണെന്ന് ചോദിച്ചാൽ ഇത് അധികം ടൈം ഒന്നും നമ്മൾ തലയിൽ വെക്കുന്നില്ല. കൂടി വന്നാൽ ഒരു 10 മിനിറ്റ്സ് അത് കഴിയുമ്പോൾ തന്നെ നമുക്കിത് വാഷ് ചെയ്യാം. നന്നായിട്ട് ഒരു മൈൽഡ് ഷാമ്പൂ ഇട്ടിട്ട് വാഷ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അത്ര സിമ്പിളായിട്ടുള്ളൊരു ഹെയർ പാക്കാണ് ഇത്. നമ്മളിപ്പം ഒരു തലേദിവസം നമ്മൾ യൂസ് ചെയ്തിട്ട് പിറ്റേ ദിവസം നമുക്ക് ഹെയർ ഒന്ന് സെറ്റ് ചെയ്യണമെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം. ഞാനിത് ഒരുപാട് പ്രാവശ്യം ഞാനിത് ചെയ്യുന്നതാണ്. നിങ്ങൾക്കറിയാമല്ലോ എൻ്റെ ഹെയർ ആകെപ്പാടെ ഭയങ്കര മോശമായിട്ടുള്ള ഒരു ഹെയറാണ്. എനിക്ക് കുട്ടികളുടെ ഹെയർ പോലെ അല്ല, അവർക്ക് രണ്ടുപേർക്കും നന്നായിട്ട് ഹെയർ ഉണ്ട്. എനിക്കാണ് ആകെപ്പാടെ ഭയങ്കര ഇതായിട്ടുള്ളത്. അപ്പോൾ ഉള്ള വിധത്തിലൊക്കെ ഞാൻ ഇതൊക്കെ നന്നായിട്ടൊക്കെ മാനേജ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പം നമുക്കിത് എങ്ങനെയാണെന്ന് ചെയ്യുന്നതെന്ന് ഒന്ന് കാണാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കും ഷെയറും ഒക്കെ തരാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത്. പിന്നെ നിങ്ങൾ കമൻറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഇനി എന്തൊക്കെ വീഡിയോസൊക്കെ കാണണോ എന്നുള്ളതിനുള്ള കമൻറ്റുകളൊക്കെ നിങ്ങൾ മെസ്സേജ് ചെയ്യണം. എങ്കിൽ മാത്രമേ എനിക്ക് നല്ല നല്ല വീഡിയോസൊക്കെ ഇനി അപ്ലോഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്തവർക്കൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ ഇനിയും ഞാൻ ഇതുപോലുള്ള സപ്പോർട്ട് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി വീഡിയോ തുടങ്ങാം. അപ്പം നമുക്ക് ഹെയർ പാക്ക് റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 3 ടേബിൾ സ്പൂണോളം തൈര് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഉലുവയാണ്. അപ്പോൾ ഉലുവ വേണമെങ്കിൽ നമുക്ക് തലേദിവസം രാത്രിയിൽ കുറച്ച് വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ ഒന്ന് അരച്ചെടുക്കാമെങ്കിലും ഇത് നല്ലതാണ്. പക്ഷേ അതിനൊരു ബാഡ് സ്മെല്ലാണ്. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഉലുവ വാങ്ങിച്ചിട്ട് നന്നായിട്ട് വാഷ് ചെയ്ത് വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് പൊടിച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നത്. അപ്പം ഇത് ഭയങ്കരമായിട്ട് നമ്മൾ റോസ്റ്റ് ചെയ്തൊന്നും എടുക്കാത്തത് കൊണ്ട് പുറത്ത് വെച്ചിരുന്നാൽ ചിലപ്പോൾ പൂത്തുവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മളിത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി. എന്നിട്ട് ഇതിന് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഉലുവയാണെങ്കിലും കേടാണെങ്കിലും ഒക്കെ നമ്മുടെ ഹെയറിന് ഒരു ഭയങ്കര സൂപ്പറാക്കുന്ന ഒരു സാധനമാണ്. എഗ്ഗിൻ്റെ കാര്യം പിന്നെ പറയണ്ട. അതാണെങ്കിൽ ഫുൾ പ്രോട്ടീനാണ്. ഇപ്പം ഹെയറിനൊരു സൂപ്പർ ഫുഡെന്ന് പറഞ്ഞാൽ ആദ്യം പറയുന്നത് എഗ്ഗ് തന്നെ ആയിരിക്കും. ഇത് എഗ്ഗ് കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മൾ കൊടുക്കുക. അത്രയേ ഉള്ളൂ. ഇത് നല്ല ഹെയർ ഗ്രോത്തിനാണെങ്കിലും ഡാൻഡ്രഫ് മാറാനായാലും ഒക്കെ വളരെ നല്ലതാണിത്. അപ്പം നമ്മുടെ പാക്ക് റെഡി ആയിട്ടുണ്ട്. ഇതിനി ഞാനൊന്ന് ഹെയറിലേക്കൊന്ന് അപ്ലൈ ചെയ്യട്ടെ. അപ്പം ഞാൻ ഹെയർ പാക്ക് എല്ലാം റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി ഒന്ന് ഹെയറിലേക്കൊന്ന് അപ്ലൈ ചെയ്യാം. അപ്പം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്കിത് ചെയ്യാം. ഫുള്ള് ഹെയറിലും ഞാൻ നന്നായിട്ട് തേച്ചിട്ടുണ്ട്. നോക്കിക്കേ അല്ലേ. അപ്പോൾ ഇനി നമ്മൾ ഇതിനൊരു ഷവർ ക്യാപ്പ് ഇട്ടിട്ട് നമ്മളിതൊന്ന് കവർ ചെയ്ത് വെക്കണം ഒരു 10 മിനിറ്റ്സ്. അപ്പം നമുക്ക് അത്യാവശ്യം വീട്ടിലുള്ള ജോലികളൊക്കെ ചെയ്തിട്ട് വരുമ്പോഴത്തേക്കിനും ഇതൊന്ന് സെറ്റാവും. അപ്പം നമുക്ക് നല്ലൊരു ഷാമ്പൂ കണ്ടീഷണറും ഉപയോഗിച്ച് വാഷ് ചെയ്തിട്ട് വരാം. ആദ്യം ഒന്ന് സെറ്റാവട്ടെ കേട്ടോ. ഇതിപ്പോൾ നല്ലപോലെ ഡ്രൈ ആയിട്ടുണ്ട്. അപ്പം നമുക്കിതിനെ ഒന്ന് വാഷ് ചെയ്യാം. അപ്പം ഞാനിത് വാഷ് ചെയ്തിട്ട് വന്നിട്ട് കാണിക്കാം. അപ്പോൾ ഇതാണ് ഷാമ്പൂ, ഇത് കണ്ടീഷണർ. അപ്പം ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിട്ട് എത്തിയിട്ടുണ്ട്. അപ്പം ഹെയർ കണ്ടില്ലേ, ഇപ്പോൾ കുറച്ചൊരു ഷൈനിങ് ഒക്കെ വന്നിട്ടുണ്ട്. നോക്കിക്കേ. അപ്പോൾ ഇതിനി മൊത്തമായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം. പിന്നെ ഒരു കാര്യം, എല്ലാവരും വാം വാട്ടറിൽ വേണം ഹെയർ ഒന്ന് വാഷ് ചെയ്യാൻ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉലുവായും എഗ്ഗും ഒക്കെ തൈരും ഒക്കെ ആണെങ്കിൽ കുറച്ച് തണുപ്പാണ് ഹെയറിന്. അപ്പം നമുക്ക് കോൾഡ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പം അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുള്ള ആൾക്കാർ ഉറപ്പായിട്ടും വാം വാട്ടറിൽ വേണം ഒന്ന് വാഷ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതിനി നന്നായിട്ട് കുറച്ച് സിറമൊക്കെ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഞാനൊന്ന് സെറ്റ് ചെയ്തിട്ട് നിങ്ങളെ കാണിക്കാം. അപ്പം ഞാൻ നന്നായിട്ട് ഹെയർ ഡ്രൈ ആക്കി കൊണ്ടുവന്നിട്ടുണ്ട്. നോക്കിക്കേ. അപ്പോൾ ഈ ഒരു സൈഡിലാണ് ഞാൻ നന്നായിട്ട് സിറം അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സൈഡിലെ ഷൈനിങ് കണ്ടോ. ഈ സൈഡിൽ ഞാൻ സിറം അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ ചെയ്തിട്ടില്ല. അപ്പോൾ ഉണങ്ങി കഴിയുമ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും നമ്മുടെ ഹെയർ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ സിറം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല സൂപ്പർ ഒരു ഷൈനിങ് ആയിരിക്കും. പിന്നെ നമ്മൾ നല്ല പുറത്തേക്കൊക്കെ പോകുമ്പോഴൊക്കെ ആണെങ്കിലും മുടിയൊക്കെ നല്ല ഭംഗിയായിട്ടിരിക്കും. നന്നായിട്ട് സെറ്റ് ചെയ്താൽ അതുപോലെ തന്നെ ഇരിക്കാം
നമ്മൾ സിറം അപ്ലൈ ചെയ്താൽ. നമ്മൾ ഓയിലൊന്നും അപ്ലൈ ചെയ്തിട്ട് വെച്ചുകൊണ്ട് പോകേണ്ട. ചിലർ പറയില്ലേ തലമുടി ഒന്നും നന്നായിട്ട് ഒതുങ്ങുന്നില്ല, ഷാമ്പു ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ഓയിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് പുറത്ത് പോകണമെന്ന്. അങ്ങനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ സിറം യൂസ് ചെയ്യുവാണെങ്കിൽ, അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന സിറം ആണെങ്കിൽ ഇതാണ് ഡാബ്രമിലയുടേതാണ്. കണ്ടോ, ഇത് ഒരുപാട് കോസ്റ്റ്ലി ഒന്നും അല്ല ഇത്, പക്ഷെ ഭയങ്കര നല്ലതാണ്. ഇത് നല്ല സ്മൂത്ത് ആൻഡ് ഷൈനിങ് കിട്ടുന്ന ഒരു സിറമാണ്. അപ്പം ഞാനിതാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ ആണെങ്കിൽ ഞാൻ കുറച്ച് ഡ്രോപ്പ് എടുക്കും. ഇത്രയും മതി എനിക്ക്. അപ്പം ഇത് നമ്മൾ ഈ സൈഡിലേക്കൊന്ന് അപ്ലൈ ചെയ്തിട്ട് കാണിക്കാം. കണ്ടോ, ആ മുടി അങ്ങോട്ടും ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന ഒരുമാതിരി ഒട്ടും ഒരു ഇത് ഭംഗിയില്ലാതെ നിൽക്കുന്ന ആ ഒരു ഇത് മാറി കിട്ടും നമുക്ക്. എന്നിട്ട് നമ്മൾ ഇനി നന്നായിട്ടൊന്ന് കോമ്പ് ചെയ്യുമ്പോഴത്തേനും നല്ല സെറ്റായി കിട്ടും. ഇങ്ങനെ നമ്മൾ രണ്ട് സൈഡിലും ഒരു വളരെ കുറച്ച് മതി നമുക്കിതൊക്കെ യൂസ് ചെയ്ത് വെച്ചാൽ മതി. കണ്ടില്ലേ? പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം, നമ്മൾ ഇതുപോലെ ഹെയർ ഒക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് പുറത്ത് പോയിട്ട് വരുമ്പോഴത്തേക്കിന് ഒരു കാറ്റടിച്ച് കഴിയുമ്പോഴത്തേന് എല്ലാവരുടെയും ഒരു കംപ്ലൈൻ്റ് ആണ് നമ്മുടെ ഹെയർ മൊത്തം പറന്ന് ആകെപ്പാടെ ഭയങ്കര ഒരു ഡൾനെസ് ഫീൽ ചെയ്യുമെന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഹെയർ സ്പ്രേ അടിക്കുക. അപ്പം ഈ ഹെയർ സ്പ്രേ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമ്മൾ പോയിട്ട് എങ്ങനെയാണോ നമ്മൾ നന്നായിട്ട് ഹെയറൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് നമ്മൾ പുറത്ത് പോകുന്നത്, തിരിച്ചു വരുമ്പോഴും അതുപോലെ തന്നെ ഇരിക്കും. പിറ്റേ ദിവസം നമ്മളൊന്ന് വാഷ് ചെയ്ത് കഴിയുമ്പോൾ, ഷാമ്പൂ വാഷ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് നമ്മൾ വെള്ളം ഒഴിച്ചൊന്ന് വാഷ് ചെയ്ത് കഴിയുമ്പോഴേ നമ്മുടെ ഹെയർ നോർമൽ ആകത്തുള്ളൂ. അത് വരത്തേക്ക് നല്ല ഭംഗിയായിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിലോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഒരു ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഹെയർ സ്പ്രേ യൂസ് ചെയ്യാം. ഇത് നല്ലൊരു സ്മെല്ലുള്ള ഇത് കിട്ടും. അപ്പം ഞാനിത് ലോറിയലിൻ്റെ ആണ്, ബാക്കിയൊന്നും ഞാൻ ഡീറ്റെയിൽ ഒന്നും പറയുന്നില്ല. ഇതങ്ങനത്തെ ഒരു പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ലല്ലോ. അപ്പം ഞാനിത് വർഷങ്ങൾ കൊണ്ട് യൂസ് ചെയ്യുന്നത്, ഞാനിത് കുട്ടികൾക്കും ഇതുണ്ട്. അപ്പം നന്ദൂനൊക്കെയാണ് കുറച്ച് മുടി ഹെയറൊക്കെ മുമ്പിലൊക്കെ ഇങ്ങനെ വെട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഇത് അവർക്കും യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് വളരെ നല്ലതാണ്. അപ്പോൾ ഇങ്ങനത്തെ ഉള്ള ചില സാധനങ്ങളൊക്കെ മസ്റ്റായിട്ട് നമ്മൾ ലേഡീസിൻ്റെ കയ്യിൽ വേണം. നമ്മളിപ്പോൾ ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കാലം നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ കുറച്ച് പൈസയൊക്കെ നമ്മൾ ഇതിനു വേണ്ടിയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. നമ്മൾ ഹെയർ ആയാലും ഫേസ് ആയാലും ഒക്കെ ഒന്ന് സെറ്റായിട്ടൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ നമ്മൾ കുറച്ച് നാളത്തേക്ക് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും, നമ്മൾ സൂക്ഷിച്ച് ഉപയോഗിച്ചാൽ. നമ്മൾ ഡെയിലി യൂസിന് ഇതൊന്നും ആവശ്യമില്ല. പക്ഷേ എന്തെങ്കിലും ഒരു ഫംഗ്ഷനോ ഒന്ന് പുറത്ത് പോകുമ്പോഴോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ കാര്യത്തിന്, ഞാൻ നോർമലി വീഡിയോ എടുക്കാനൊക്കെ ഇപ്പം നമ്മൾ വ്ളോഗൊക്കെ ചെയ്യാൻ പറ്റില്ല, ട്രാവൽ വ്ളോഗൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ പുറത്ത് പോകുമ്പോൾ ഞാനിത് എന്തായാലും നന്നായിട്ട് ഹെയറൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഇതൊക്കെ അടിച്ചിട്ടൊക്കെയാണ് പോകുന്നത്. അല്ലാതെ നോർമലായിട്ട് നമ്മൾ ഷോപ്പിലൊക്കെ നമ്മളിപ്പം ഗ്രോസറി സാധനങ്ങളൊന്നും വാങ്ങിക്കാൻ പോകുമ്പോൾ നമ്മളിതൊന്നും ചെയ്യാറില്ല. അല്ലാണ്ടൊക്കെ പോകുമ്പോൾ നമ്മളിത് ഉപയോഗിക്കാറുണ്ട്. അപ്പം നിങ്ങൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പം നാട്ടിലാണെങ്കിൽ പല ബ്രാൻഡിലുള്ളത് കിട്ടും. അപ്പോൾ ഇതൊന്നും ഡീറ്റെയിൽസ് ഒന്നും ഞാൻ പറയുന്നില്ല. ഇവിടെ ഇപ്പോൾ ആമസോണിലാണെങ്കിലും ഒക്കെ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് സൂട്ടാകുന്നുള്ള പ്രൈസിൻ്റേതാണെങ്കിലോ അങ്ങനത്തെ അത് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് അത് വാങ്ങിക്കാം. അപ്പം എന്തായാലും ഒരു സിറവായാലും ഒരു ഹെയർ സ്പ്രേ ആയാലും ഒക്കെ നമ്മുടെ കയ്യിൽ നന്നായിട്ട് കാണണം, എല്ലാവരുടെയും കയ്യിൽ കാണണം. നമ്മുടെ ഹാൻഡ് ബാഗിൽ ഇതൊക്കെ അത്യാവശ്യമായിട്ട് നമുക്ക് ലേഡീസിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സാധനങ്ങളാണ്. ഈ ഹെയറൊക്കെ ഒന്ന് മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നത് ബോയ്സിന് അറിയത്തില്ലല്ലോ. അവരിങ്ങനെ നന്നായിട്ടൊക്കെ വെട്ടിയൊക്കെ റെഡിയാക്കി വെച്ചേക്കുന്നതുകൊണ്ട് അവർക്ക് അതിലൊരു പ്രശ്നമേ ഇല്ല. നമുക്ക് ഒട്ടും മുടിയില്ലാത്തവരാണ് ഇങ്ങനത്തെ ഒരു പ്രശ്നമുള്ളത്. കുറച്ച് മുടിയൊക്കെ ഉള്ളവരാണെങ്കിൽ നന്നായിട്ട് പിന്നിയൊക്കെ ഇടുവോ അല്ലെങ്കിൽ പോണിറ്റെയിൽ കെട്ടുവോ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. നമുക്ക് ഒട്ടും മുടിയില്ലാത്തവരാകുമ്പോൾ നമുക്കിതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണമെങ്കിൽ വളരെ പാടുള്ള കാര്യമാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ ചാനൽ മുന്നോട്ട് വരത്തുള്ളൂ. പിന്നെ നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമുള്ള വീഡിയോസിനൊക്കെ എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളതൊന്ന് കമൻറ്റ് ചെയ്യാമെങ്കിൽ വളരെ നല്ല കാര്യമായിരിക്കും. അപ്പോൾ അതിനുള്ള വീഡിയോകളൊക്കെ നമുക്ക് ഇനിയും ചെയ്യാം. അപ്പോൾ പിന്നെ വേറെ വിശേഷമൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ആണെങ്കിൽ ഡാൻഡ്രഫ് ഒക്കെ ഉള്ളവർക്കും ആണെങ്കിലും നമ്മൾ ഈ ഉലുവയും എഗ്ഗും കേടും ഒക്കെ ഉള്ള തൈരൊക്കെ ഇട്ടിട്ട് നമ്മൾ ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. ഹെയർ ഗ്രോത്തിനാണെങ്കിലും നല്ലതാണ്, പിന്നെ ഡാൻഡ്രഫിനാണെങ്കിലും നല്ലതാണ്. ഇങ്ങനെ പല കാര്യങ്ങൾക്കും നമ്മുടെ ഉലുവയുടെ ഗുണങ്ങളെപ്പറ്റി ഒന്നും പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇനി അധികം വലിച്ച് നീട്ടി കൊണ്ടുപോകുന്നില്ല. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ പറയണം. അപ്പോൾ ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരത്തേക്കും ബൈ.